ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിന് പുറത്ത് ടാപ്പ് കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് എങ്ങനെ സ്ട്രോങ് ആയിട്ട് എന്നാൽ ഭിത്തിയിൽ നിന്ന് ഒരുപാട് കുറച്ച് മാറി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലാണ് നീറ്റായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യമേ തന്നെ നമ്മൾ നോക്കുക, നമ്മൾ വീടിന് പുറത്ത് കൊടുത്തിരിക്കുന്ന ടാപ്പാണ് ഈ കാണുന്നത്. അത് നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഉറപ്പിച്ചിരിക്കുന്ന ഒരു ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 ഇഞ്ച് പൈപ്പിൻ്റെ അകത്തേക്കാണ് നമ്മൾ ഈ പറയുന്ന 3/4 ഇഞ്ച് പൈപ്പിൻ്റെ കൊടുത്തിട്ട് ശേഷം അതിൽ നിന്നും നമുക്ക് P60 എൽബോ ആണ്, ത്രെഡ് എൽബോ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ആ ടാപ്പ് ടൈറ്റ് ചെയ്യുന്നത് അതിലാണ് വരുന്നത്, 3/4 അരയാണ് വരുന്നത്. ആദ്യമേ തന്നെ നമ്മളിത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് പൈപ്പ് അതായത് 4 kg പൈപ്പ് അല്ലെങ്കിൽ 6 kg പൈപ്പ് 2 ഇഞ്ച് പൈപ്പ് കറക്റ്റായ ലെങ്ത്തിലും എടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്ത് 3/4 ഇഞ്ച് പൈപ്പ് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്തിട്ടിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് കട്ട് ചെയ്തേനെ കണ്ടോ, അതായത് നമ്മൾ ആ ടാപ്പ് കണ്ടോ P60 ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഫ്രീ ആയിട്ട് പോരുന്ന രീതിയിൽ കറക്റ്റ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തേക്കാണ്. സ്ക്വയറിൽ നമ്മൾ കട്ടർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തേക്കാണ്. ആ കട്ട് ചെയ്തതിന് ശേഷം മുകളിലേക്ക് ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പിടുത്തം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഏറ്റവും താഴെ നമ്മൾ വന്നിരിക്കുന്ന ലൈനിൽ ചെറുതായിട്ട് ആ പൈപ്പ് തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ചെറിയ പീസുകളായിരിക്കും. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ആ താഴേക്ക് നമ്മൾ കോൺക്രീറ്റിലാണ് ഉറപ്പിക്കുന്നത്. അപ്പോൾ ഈ ചെറിയ പീസുകളായിട്ട് തിരിച്ചിരിക്കുന്നതുകൊണ്ട് കോൺക്രീറ്റിൽ നല്ല ബലം കിട്ടും. അതിനുശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പരിക്കൻ കാര്യങ്ങളിട്ട് ടൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പരിക്കൻ നല്ല രീതിയിൽ ടൈറ്റ്, അതായത് വെള്ളം കൂടുതലായിട്ട് ലൂസായിട്ട് ഇറക്കി ടൈറ്റ് ചെയ്യണം. അതിനുശേഷം നന്നായിട്ട് എല്ലാം ഇറക്കി ടൈറ്റ് ചെയ്ത് കഴിയുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. അതിനുശേഷം ഉണങ്ങിയതിന് ശേഷം നമ്മുടെ അറേഞ്ച് ടാപ്പ് അതിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അറേഞ്ച് ടാപ്പ് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം, ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഭിത്തിയിൽ നിന്നും അതില്ലെങ്കിൽ നമ്മുടെ തറയിൽ നിന്നും ടാപ്പ് കുറച്ച് മാറി നിൽക്കും. അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ടാപ്പ് ഈ ഭിത്തിയിലാണ് അടിച്ചു കൊടുക്കുന്നതെങ്കിൽ നമ്മൾ കഴുകുന്ന സമയത്താണെങ്കിലും വെള്ളം യൂസ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഈ വെള്ളം ഇവിടെ എപ്പോഴും വെള്ളം വീഴുന്നൊരു ചെറിയൊരു അവസ്ഥ ഉണ്ടാവും. ലീക്കേജോ കാര്യങ്ങളോ പൈപ്പിൽ വരുന്ന ചെറിയ തുള്ളികളാണെങ്കിൽ പോലും. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം അവിടെ പതുക്കെ പൂപ്പലായി പിടിച്ച് ഒരു വൃത്തികേടുന്ന അവസ്ഥയിലേക്ക് ആ ഭിത്തി കറക്റ്റായിട്ട് മാറുകയും അതുമാത്രമല്ല ആ വെള്ളത്തിൻ്റെ ഒരു ലീക്കേജ് വീടിൻ്റെ അകത്തേക്ക് ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പതുക്കെ പെയിൻറ്റ് പൊളിഞ്ഞു പോകുന്നതായിരിക്കും. അതുമാത്രമല്ല നമുക്ക് ഒരു വൃത്തികെട്ട ഒരു അവസ്ഥയിലായിരിക്കും അതിൻ്റെ ടാപ്പ് കാര്യങ്ങൾ നമ്മൾ ഭിത്തിയിൽ കൊടുക്കുന്നത് തന്നെ. പക്ഷേ ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ തറയിൽ കൊടുക്കുന്ന അതേ പെയിൻറ്റ് തന്നെ, അല്ലെങ്കിൽ ഏതാണ് നമ്മൾ തറയിൽ താഴത്ത് ആ കൊടുക്കുന്ന പെയിൻറ്റ് അത് തന്നെ നമ്മൾ ഈ പൈപ്പിൽ അടിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് എപ്പോഴും ഇരിക്കും. അത് മാത്രമല്ല ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളൊരു ബക്കറ്റ് വെക്കുന്ന ഗ്യാപ്പെങ്കിലും മിനിമം നമ്മൾ കൊടുത്തിരിക്കണം. അതായത് ബക്കറ്റിൻ്റെ എന്ന് പറയുന്നത് മിനിമം ഒരു 50 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മുടെ ഫിനിഷിങ് കട്ടവിരി കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം 50 കഴിഞ്ഞിട്ട് മിനിമം നമുക്കൊരു 70 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലൊരു വലിയ ബക്കറ്റോ കാര്യങ്ങളൊക്കെ വെച്ച് വെള്ളം പിടിക്കുന്നതിനും യാതൊരു തടസ്സമില്ലാത്ത രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കും. അതായത് കട്ടവിരി കഴിഞ്ഞതിന് ശേഷം, അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു 40 സെൻറ്റിമീറ്ററാണ് സാധാരണ നമ്മുടെ തറ. അതിനുശേഷം മുകളിലേക്കാണ് ഒരു 30 സെൻറ്റിമീറ്റർ കൂടി നമ്മൾ കൊടുത്ത്, അല്ലെങ്കിൽ ഒരു മിനിമം ഒരു 20 സെൻറ്റിമീറ്റർ ആയാലും കൊടുത്ത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ഒരു 60 സെൻറ്റിമീറ്ററിനും അല്ലെങ്കിൽ ഒരു 70 സെൻറ്റിമീറ്ററിന് ഇടയിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നീറ്റായിട്ടിരിക്കും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരുപാട് പൊക്കമായി കഴിഞ്ഞാലും വൃത്തികേടാണ്. അതായത് ഒരുപാട് പൊക്കമായിട്ട് ഈ സ്റ്റെമ്പ് പോലെ നിൽക്കുന്നത് വൃത്തികേടാണ്. ഒരു മിനിമം ലെവലിൽ നിൽക്കുകയാണെങ്കിൽ നല്ല നൈറ്റായിട്ട് നമുക്ക് ഇരിക്കും. അത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് കോൺക്രീറ്റും അതുപോലെ തന്നെ കോൺക്രീറ്റിൽ ഉറപ്പിക്കുന്നതുകൊണ്ടും നമ്മൾ പരിക്കിനിട്ട് ടൈറ്റ് ചെയ്യുന്നത് ഹൈ സ്ട്രോങ് ആയിരിക്കും. എപ്പോഴും ഒരേ ബലത്തിൽ അവിടെ നിൽക്കും. നമ്മൾ കറക്റ്റ് ലെവലിൽ ഉറപ്പിക്കുകയാണെങ്കിൽ നീറ്റായിട്ട് നല്ലൊരു രീതിയിൽ തന്നെ ചെയ്യാൻ സാധിക്കും. ഇതുപോലെ തന്നെ നമ്മുടെ പുറത്ത് വരുന്ന എല്ലാ സ്ഥലത്തും, അതായത് ഔട്ട്സൈഡ് വരുന്ന പൈപ്പുകളെല്ലാം ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. നമ്മുടെ അലക്കലിൻ്റെ ഏരിയയിൽ വരെ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ എങ്ങനെയാണ് പൈപ്പ് ചുമരിൽ നിന്നും മാറ്റി നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so